ഇന്ന് വർക്കിന് ഇറങ്ങിയിട്ട് ഒരു ഗുമ്മില്ലാത്തതിനെ നീ എന്ത് ചെയ്യുന്ന ആലോചിച്ച് മൊബൈലിൽ തോണ്ടി കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വാട്സാപ്പിലൊരു മെസ്സേജ് വന്നത്. ഗ്രീൻ ആർമി ഇൻ്റർനാഷണൽ വോളണ്ടിയേഴ്സിനെ തേടുന്നു എന്നുള്ളത്. വെട്ടുകാട് ചർച്ചിലേക്കുള്ള പരിപാടികൾക്കാണ് ഈ വോളണ്ടിയർഷിപ്പ്. അപ്പോൾ ഇന്ന് അങ്ങോട്ടൊന്ന് പോയാലോ എന്ന് ആലോചിച്ച് നേരെ പ്ലാൻ സെറ്റാക്കി ഡ്യൂട്ടി ഓഫ് ചെയ്തു, ബൈക്ക് എടുത്തു. അപ്പോൾ തൽക്കാലത്തേക്ക് ഡ്യൂട്ടി സ്റ്റോപ്പ് ചെയ്ത് ഇന്ന് വെട്ടുകാടേക്കാണ് പോകുന്നത്. അവിടെ 16-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് 21-ാം തീയതിയാണ് പോകുന്നത്. അതെ, 24-ാം തീയതി വരെയുള്ള അവിടെ ഒരു പ്രോഗ്രാം നടപ്പുണ്ട് വെട്ടുകാട് ചർച്ചിൽ. അപ്പോൾ അതിൻ്റെ ഗ്രീൻ പ്രോട്ടോകോൾ ഇംപ്ലിമെൻറ്റേഷൻ ഏറ്റെടുത്തിരിക്കുന്നത് ഗ്രീൻ ആർമിയാണ്. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും എന്താണ് ഗ്രീൻ ആർമി എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് ഈ മെമ്പേഴ്സിനോട് ചോദിച്ചു തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ. മുൻകാലങ്ങളിൽ വെട്ടുകാട് വന്നിട്ടുള്ളവർക്കറിയാം ഇവിടെ ഇത്രത്തോളം വേസ്റ്റ് നിറഞ്ഞതായിരുന്നു എന്ന് ഓരോ പരിപാടികൾക്ക് മുന്നേ. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു വൃത്തി ഗ്രീൻ ആർമി പ്രവർത്തകർക്ക് കൂടി അർഹതപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു. നോക്കി നോക്കാം, ഈ ടീം എവിടെയാണെന്നുള്ളതിനും കിട്ടിയിട്ടില്ല. ടീമിൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കാം. പ്രാർത്ഥനയിൽ നമുക്കും നമ്മുടെ ആവശ്യപ്പെട്ട് മാത്രമല്ല അങ്ങനെ ഒരു 3 പേരെ കണ്ടെത്തിയിട്ടുണ്ട്. വരുന്ന ജനസാഗരത്തിനിടയിലായി ഗ്രീൻ ആർമി പ്രവർത്തകർ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിൻ്റെ ദോഷങ്ങളെക്കുറിച്ചും വേസ്റ്റ് വലിച്ചെറിയപ്പെടാതിരിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ ബോധവൽക്കരണം നടത്തുന്നുണ്ടായിരുന്നു. ഇനി എന്താണ് ഗ്രീൻ ആർമി എന്നുള്ളത് ടീമിൻ്റെ കോർഡിനേറ്ററായ അജയ് ബ്രോയോട് തന്നെ ചോദിച്ചു നോക്കാം. ഗ്രീൻ ആർമി എന്ന് പറഞ്ഞൊരു യൂത്ത് മൂവ്മെൻ്റാണ്. നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് സിംഗിൾ യൂസ് ഓൾട്ടർനേറ്റീവ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പ്രൊമോട്ട് ചെയ്യാനും അതിൻ്റെ ക്യാമ്പയിൻസും ഒപ്പം സ്റ്റുഡൻസിനെ കുറച്ചുകൂടെ എംപവർ ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് നമുക്ക് വോളണ്ടറി ആയിട്ട് വന്നിട്ടുണ്ട്. കോളേജ് വോളണ്ടീസ് ഉണ്ട്, വർക്കിംഗ് പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. എല്ലാവരും ഒരു എയിമിന് വേണ്ടിയിട്ട് നിലവിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഗ്രീൻ ആർമി ഇന്റർനാഷണൽ പറയുന്നത്. നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് സിംഗിൾ യൂസ് ഓൾട്ടർനേറ്റീവ്സിനെ പ്രൊമോട്ട് ചെയ്യുക, അതേപോലെ സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു ലൈവ്ലിഹുഡ് കീപ്പ് ചെയ്യുക എന്നതാണ് മെയിൻലി പ്രൊമോട്ട്. ഈ ഒരു ബോധവൽക്കരണത്തിൻ്റെ ഫലമായും അല്ലാതെയും ഒരുപാട് പേർ വേസ്റ്റുകൾ കറക്റ്റായിട്ട് ഒരുപാടടുത്ത് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലെല്ലാതും തന്നെ കുറഞ്ഞ് കൊണ്ടുവന്ന് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. കാണാൻ തന്നെ നല്ല സന്തോഷമുള്ള കാര്യമാണ്. കാരണം വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള അവയർനെസ് നമ്മുടെ ജനങ്ങൾക്കിടയിൽ കൊണ്ടുവരാനായിട്ട് നമ്മുടെ യുവജനതയ്ക്ക് കഴിയുന്നുണ്ട്. കാരണം കതിരയിൽ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. എന്നാൽ തന്നെയും ഒരുപാട് മുതിർന്നവർ ഈ ഒരു മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അതിലൊരാളാണ് ഈ കാണുന്നത്. വളരെ നല്ല അഭിപ്രായമാണ് സാർ തന്നത്.